ബ്രസീലിയൻ സെരിയെ മത്സരത്തിൽ സാന്റോസ് എഫ്.സി. വാസ്കോഡ ഗാമയോട് എതിരില്ലാത്ത 6 ഗോളുകളുടെ ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങി. ഇത് നെയ്മർ ജൂനിയറിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായി മാറി. എസ്റ്റാഡിയോ അർബാനോ കാൽഡെയ്റയിൽ 50,000-ലധികം ആരാധകർക്ക് മുന്നിൽ നടന്ന മത്സരത്തിൽ സാന്റോസിന്റെ പ്രകടനം ദയനീയമായിരുന്നു. ഇത് ടീമിന്റെ റെലഗേഷൻ ഭീഷണിയെ കൂടുതൽ രൂക്ഷമാക്കി. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ ലൂക്കാസ് പിറ്റോൺ വാസ്കോയെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിൽ മുൻ ലിവർപൂൾ ബാഴ്സലോണ താരം ഫിലിപ്പെ കുട്ടീഞ്ഞോ 2 ഗോളുകൾ നേടി. ഡേവിഡ് കൊറിയ ഡി ഫോൺസേക്ക, റയാൻ, ഡാനിലോ നെവസ് എന്നിവർ ഓരോ ഗോൾ വീതം കൂട്ടിച്ചേർത്തു. 90-ാം മിനിറ്റിൽ ജോവാനി കബ്രാൾ വാസ്കോയുടെ 6-ാം ഗോൾ നേടി സാന്റോസിനെ പൂർണ്ണമായി തകർത്തു. 2025 ജൂണിൽ തന്റെ ബാല്യകാല ക്ലബ്ബായ സാന്റോസിലേക്ക് തിരിച്ചെത്തിയ നെയ്മർ മത്സരത്തിൽ ഒരു ഷോട്ട് പോലും ഗോളാക്കി മാറ്റാൻ കഴിയാതെ നിരാശനായി. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ കണ്ണീരോടെ കളം വിട്ട നെയ്മറെ വാസ്കോ പരിശീലകൻ ഫെർണാണ്ടോ ഡീൻസും സാന്റോസ് സ്റ്റാഫും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് എന്റെ കരിയറിലെ ഏറ്റവും വലിയ നാണക്കേടാണ്. ആരാധകർക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടാകാൻ അവകാശമുണ്ട്, പക്ഷേ അക്രമമില്ലാതെ. ഞങ്ങൾക്കിനി മുന്നോട്ട് പോകണം, നെയ്മർ മത്സരശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തോൽവി സാന്റോസിനെ സിരിയ ടേബിളിൽ 18-ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടു. അടുത്ത മത്സരത്തിൽ സാന്റോസ് ഫ്ലുമിനൻസിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.